സംവിധായകനായി ഋതിക് റോഷൻ. പ്രതിസന്ധികൾ മാറി ക്രിസ് ഫോർ വരും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. സംവിധായകനായി ഋതിക് റോഷൻ. പ്രതിസന്ധികൾ മാറി ക്രിസ് ഫോർ വരും. അതെ, ക്രിസ് ഫോർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ചിത്രം, ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം എന്ന് പോലും ആ ചിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ ആ ചിത്രത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 4ാം ഭാഗത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികളെല്ലാം മാറി വമ്പൻ മുതൽ മുടക്കിൽ ക്രിസ് ഫോർ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രത്യേകതയുള്ള കാര്യം, സംവിധായകനായി അരങ്ങേറാൻ ഋതിക് റോഷൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഏറെ നാളത്തെ പ്രതിസന്ധികൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ബോളിവുഡിന്റെ സൂപ്പർ ഹീറോ ചിത്രമായ ക്രിസ് ഫോർ അണിയറയിൽ തയ്യാറെടുക്കുകയാണ്. ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു സിനിമ ഇപ്പോൾ അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരുപാട് പരാജയ ചിത്രങ്ങൾക്ക് ഇടയിലാണ് ഇപ്പോൾ ബോളിവുഡ് ഉള്ളത്. പ്രൊപ്പഗൻഡ ഫിലിംസ് എല്ലാം തന്നെ അവിടെ വിജയങ്ങൾ നേടുമ്പോൾ പ്രൊപ്പഗൻഡ ഫിലിംസ് അല്ലാത്ത സിനിമകൾ അവിടെ അധികം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയം ഭരിക്കാതെ പോകുന്ന കാഴ്ച. എന്നാൽ ഇതിനൊരു അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പാൻ വേൾഡ് ഫിലിം എന്നുള്ള രീതിയിൽ ക്രിസ് ഫോർ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം സംബന്ധിച്ച പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ക്രിസ് ഫോർ. എന്നാൽ ആ ഒരു പ്രതിസന്ധി മാറിയിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. സിനിമയുടെ ചിത്രീകരണം വൈകാൻ കാരണവും ഇത് തന്നെയായിരുന്നു. വലിയ മുതൽ മുടക്കിൽ വരുന്ന സിനിമ രാകേഷ് റോഷനും യശ്രാജ് ഫിലിംസും ചേർന്നാകും നിർമ്മിക്കുക. ഋതിക് റോഷനാകും സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഋതിക് റോഷനും പ്രീതി സിൻഡയും അഭിനയിച്ച 2003 റിലീസായ കോയി മിൽ ഗയ എന്ന സയൻസ് ഫിക്ഷൻ സിനിമയിലൂടെയായിരുന്നു ക്രിസ് ഫ്രാഞ്ചൈസിയുടെ തുടക്കം. സിനിമയുടെ വലിയ വിജയത്തെ തുടർന്ന് 2006 ഋതിക് റോഷനും പ്രിയങ്ക ചോപ്രയും അഭിനയിച്ച ക്രിഷ് പുറത്തിറങ്ങിയത്. തുടർന്ന് 2013 ക്രിഷ് 3യും പുറത്തിറങ്ങിയിരുന്നു. അതേസമയം ഫൈറ്റർ ആണ് ഋതിക് റോഷനതായി അവസാനമെത്തിയ സിനിമ. ദീപിക പദുക്കോൺ നായികയായ സിനിമ സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ് ആനന്ദ് ആയിരുന്നു. ഈ സിദ്ധാർത്ഥ് ആനന്ദ് തന്നെ ഈ സിനിമയുടെ സംവിധായകനെ എത്തുന്നുള്ള വാർത്തകൾ ആദ്യം വന്നിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സും പുറത്തു വന്നില്ല. ചിത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രൊഡക്ഷൻ ബഡ്ജറ്റിന്റെ ഒരു ചർച്ചയാണ് കൂടുതലായിട്ട് നടന്നിരുന്നത്. വൻ ബഡ്ജറ്റിൽ ഏകദേശം 700-750 കോടിക്കടുത്ത് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് വരുമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് അന്നേ നാളുകളിൽ. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു പ്രൊജക്റ്റായി മാറുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടു പോവുകയും ചിത്രത്തിന്റെ യാതൊരുവിധ പ്രവർത്തനവും ആരംഭിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തത് അന്ന് വാർത്തകളായിരുന്നു. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സംവിധായകനെ എത്തുന്ന ഋതിക് റോഷന് വേണ്ടി കാത്തിരിക്കുന്നു. ക്രിസ് ഫോർ എന്ന എക്കാലത്തെയും മികച്ചൊരു സയൻസ് ഫിക്ഷൻ ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിക്കാൻ ഈ ടീമിന് ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.